Good morning, guys. Welcome back to another vlog. And എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞാനിപ്പം ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ. ഐ തിങ്ക് ദ ടൈം ഈസ് അറൗണ്ട് 4:55 AM. യെസ്, ഇതാണ് പുറത്തെ അവസ്ഥ. നേരം പരപര വെളുത്ത് വരുന്നുള്ളൂ. ആൻഡ് വി ആർ ഗോയിങ് ടു ഷൂട്ട് അവർ നെക്സ്റ്റ് വ്ലോഗ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്മുവും കൂടെ നമ്മളോട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ദേ കാണാം. അമ്മു ഇസ് മൈ ഡോഗ്. ഇവള് എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. സോ ഹായ് ഗുഡ് മോർണിംഗ് പറ എല്ലാവർക്കും. ഹായ്. സോ അപ്പം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് പണിയെന്ന് പറഞ്ഞു വരാം. കിടന്നു. സോ യെസ്, നമ്മൾ ഫ്രഷ് ആയി. So I'll change my outfits and come. Okay. So yes, കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഇതിൻ്റെ ചെയിൻ ഇടുന്നില്ല. ഞാൻ കുറച്ച് കമൻസ് വായിച്ചു. എൻ്റെ മൈക്കിൽ ചെയിൻ ഇടിച്ചിട്ട് അതെനിക്കും തോന്നി പിന്നെ കട്ട് ചെയ്യാൻ പറ്റാത്ത പോർഷനാണ് ഞാൻ കട്ട് ചെയ്യാഞ്ഞതാണ്. സോ ഫൈനലി ഐ ആം സോ എക്സൈറ്റഡ്. ഇന്നൊരു ഇപ്പം 5 മണി 5:15 ആയതുള്ളൂ. സോ ഐ ആം ഗോയിങ് ഫോർ മൈ ലെഗ് സെഷൻ. ലെറ്റ്സ് ഗോ. സോ അപ്പോൾ ഞാനിനി എന്തൊക്കെയാണ് ജിമ്മിൽ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഇന്ന് ലെഗ് ഡേ ആയതുകൊണ്ടും ഏർലി മോർണിംഗ് വർക്കൗട്ട് ആയതുകൊണ്ടും ഒരു 3 വർക്കൗട്ട് എടുക്കുന്നുണ്ട്. അതെടുക്കുന്നുണ്ട്. പിന്നെ ടവല്, സോക്സ്, ബൈക്ക്, വാട്ടർ ബോട്ടിൽ. സോ ലെറ്റ്സ് ഗോ ഗൈസ്, കം. ബൈ. കം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ എന്നത്തെ പോലെ റൂമിലെ പരിപാടി കംപ്ലീറ്റ് ചെയ്ത് ഫുള്ളി ഇരുട്ടാണ്. ഞാൻ ഈ സമയത്തൊക്കെ ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കാൻ ഇറങ്ങുന്നത്. സോ നമുക്ക് കിച്ചണിൽ പോകാം. സോ അപ്പം ഞാനിന്ന് പ്രീ വർക്കൗട്ടിനായിട്ട് ഐ തോട്ട് വിൽ മേക്ക് എ മോക്ക് ടെയിൽ. അതിന് വേണ്ടിയിട്ട് നാരങ്ങ മറ്റേ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന്. അതൊക്കെ ഞാൻ കേട്ടിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മുടെ മിക്സി ജാർ എടുത്തിട്ട് ഐസ് ക്യൂബ്സ് എടുത്തിടാം. സൂപ്പർ. ദെൻ നമ്മൾ ഇവിടെ എടുത്ത് വെച്ച ലെമൺ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മിൻറ്റ് ലീവ്സ് ആണ്. മിൻറ്റ് ലീവ്സ് ഐ തിങ്ക് അമ്മ ഇവിടെ ചെടിച്ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് പറിച്ചിട്ട് വരാം. നേരത്തെ കുറച്ച് വർക്ക് ചെയ്ത് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഗുഡ് മോർണിംഗ്. സാധനം പറിക്കണ്ടേ. ഫുള്ളിരുട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സമയത്തൊക്കെ വർക്കൗട്ടിന് പോകുന്നത്. പണ്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ പോയിട്ടില്ല. ഐ തിങ്ക് യെസ് വി ഗാറ്റ് യുവർ ഫ്രഷ് മിൻറ്റ് ലീവ്സ് ഗൈസ്. 3-4 എടുക്കാം. രാവിലെ തന്നെ എന്തൊക്കെ സൂക്കേടാന്ന് നോക്കണേ. മിൻറ്റ് ലീവ്സ് പറിച്ചെടുക്കുന്നു അല്ലേ ഗൈസ്? അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. നമ്മൾ വീട്ടിൽ വെച്ച സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻ്റ് അല്ലേ? ദ നെക്സ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ഇസ് വാട്ടർ ആൻഡ് വോർത്താക്സ് പ്രീ വർക്കൗട്ട്. സ്റ്റാർട്ടിങ് ഇൻ വാട്ടർ. വെള്ളം ആഡ് ചെയ്തിട്ട് നേരെ 1 സ്കൂപ്പ് ചെറുതായിട്ട് കട്ടി പിടിക്കുന്നുണ്ട്. നമ്മുടെ മിൻറ്റ് ലീവ്സ് ഇതിങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ, അങ്ങനെയാണ് എക്സ്പേർട്സ് പറയുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന്. പൊട്ടിച്ച് അത് മുഖി കയറിയിട്ട് വേറെന്തോ ഓണായി. അങ്ങനെ നമുക്ക് നല്ലോണം അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കത് അങ്ങനെ ഈ ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടോ, സൂപ്പർ. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രീ വർക്കൗട്ടിൻ്റെ കൂടെ ജസ്റ്റ് ഈ ഒരു റൈസ് കേക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ഇവിടെ ലോക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഇതെനിക്ക് സ്പോൺസർഷിപ്പ് വന്നതാണ്. 2 റൈസ് കേക്ക് ഈസ് റൈസ് ഇങ്ങനെ വറുത്ത് ഒരു കേക്ക് പോലെ ആക്കിക്കൊണ്ടിരുന്നൊരു സാധനമാണ് ഇത്. ഇതിനകത്ത് 1 സ്പൂൺ പീനട്ട് ബട്ടറും വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ ആക്കി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ മീൽ. സോ എ സ്മോൾ പ്ലേറ്റ് ആൻഡ് എ സ്പൂൺ. നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ എടുക്കുന്ന
1 സ്പൂൺ വേണ്ട കേട്ടോ, ഹാഫ് സ്പൂൺ, ലൈക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. തീർന്നു, ഇത്രേ ഉള്ളൂ. സോ ഫൈനലി വി ആർ ഗുഡ് ടു ഗോ. ഞാൻ ഇന്ന് വേ പ്രോട്ടീൻ എടുക്കുന്നതും വെള്ളം എടുക്കുന്നതും കാണിക്കുന്നില്ല കേട്ടോ. ലൈക്ക് കഴിഞ്ഞ വീഡിയോസിലെല്ലാം കാണിച്ച പോലെ അത് ഞാൻ എടുക്കാറുണ്ട്. സോ ഇന്ന് ഞാനത് ചെയ്യുന്നില്ല, വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. സോ ഫൈൻ, നമുക്കിത് പോയി കഴിക്കാം. കൂൾ സ്റ്റാഫ്. ഇത് കഴിച്ചിട്ട് പഠിക്കുന്നതൊന്ന് പോവാം. കണ്ടോ, ഇത്രയുള്ള പരിപാടി. ഇത് ഭയങ്കര സിമ്പിൾ പ്രീ വർക്കൗട്ട് കേട്ടോ. റൈസ് കേക്കിന് അത്ര വലിയ വിലയൊന്നുമില്ല. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു പ്രീ വർക്കൗട്ടാണ്. ഇത്ര ടേസ്റ്റൊന്നുമില്ല. ഈ പീനട്ട് ബട്ടറും കൂടെ ഇട്ടാലേ ടേസ്റ്റ് എടുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാ പച്ചച്ചോറ് കഴിക്കുന്നവരെ ഇരിക്കുള്ളൂ. ഞാൻ എന്താ പറയുക, ഇന്ന് പ്രീ വർക്കൗട്ടായിട്ട് ഈ ഡ്രിങ്ക് എടുത്തത് ലൈക്ക് ഇന്ന് രാവിലെ ലെഗ് ഡേ ആണ്. സോ അപ്പം എം ടി സ്റ്റൊമക്കാണ്. കുറച്ച് പവർ കൂടുതൽ കിട്ടാൻ വേണ്ടി ലൈക്ക് ഒരു പ്രീ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. ദാറ്റ്സ് ഇറ്റ്. ഫാൻറ്റം പൈലിയെ തോപ്പിക്കാനായിട്ട് ബിന്ദി മത്തായി അടിക്കുന്നു. കോപ്പ നമ്പർ 5 സീൻ എന്തൊക്കെ പറഞ്ഞു വേണല്ലോ. സോ ലെറ്റ്സ് ഗോ. സോ അപ്പം നമുക്ക് ഐ തിങ്ക് ഞാനിന്ന് അമ്മേനെ വേണ്ടി പോവാം. ഞാൻ പോയിട്ടാവേ. യെസ്, നമുക്കപ്പോൾ ഇന്ന് മേരാ മമ്മിക ഗാഡിയിൽ പോവാം. യെസ്, ഇപ്പോഴും ഇരുട്ടൊന്നും മാറിയിട്ടില്ല. ഞാൻ കുറേ നാളായി കേട്ടോ ഈ സമയമൊക്കെ കണ്ടിട്ട്. ലൈക്ക് ഞാനങ്ങനെ ഈ 5:30, 6 o'clock വർക്കൗട്ട് സെഷന് പോവാറില്ല. ലൈക്ക് യെസ്, ദിസ് ഇസ് മൈ മമ്മിക ഗാഡി. യെസ്, ലെറ്റ്സ് ഗോ. ഞാൻ രാവിലെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അമ്മ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിക്കണ്ടേ? ഓക്കെ. അപ്പോൾ എന്നെക്കാട്ടിലും അമ്മയ്ക്കാണ് എൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഭയങ്കര ശ്രദ്ധ. എന്ത് തീർന്നാലും അപ്പോൾ പറയും. ഒന്ന് തുറന്ന് കാണിച്ചേ, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മതി. അല്ല, അത് തുറന്നിട്ട് പറഞ്ഞു. ഫേസ് ഒന്നും കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. യെസ്, ഒരു തംസപ്പ്. അപ്പോൾ എനിക്ക് പോകുന്ന വഴിക്ക് എൻ്റെ പാർട്ട്ണറിനെ കൂടെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ. സോ വെള്ളച്ചെരുപ്പ്, വെള്ള പാൻറ്. അതെ, ഇവനാണ് എൻ്റെ പാർട്ട്ണർ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ദിവസം? ലെഗ് ഡേ. ഇത് ലെഗ് ഡേക്ക് മാത്രം പണിയ സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞ് എങ്ങനെ ഇറങ്ങുള്ളൂ? കയറി പോകുന്നൊക്കെ ഉള്ളു, അതുപോലെ തന്നെ ഇറങ്ങി തന്നെ കേട്ടോ. എന്റെ തലപ്പ് കാലയിൽ പോട്ടാ ഈസിയാ കയറാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ വന്ന കോച്ച് റാഫിയുടെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു പാർട്ട്ണറിനെ കിട്ടിയതിന് നീ പുണ്യം ചെയ്യണം. പ്രീ വർക്കൗട്ട് ഷേക്ക് ചെയ്യാൻ ഐസ് ഇട്ട വെള്ളം. നന്ദി. സോ യെസ് ഗൈസ്, വി റീച്ച് ദ ജിം. സോ ബേസിക്കലി ഞാൻ എല്ലാ ദിവസവും സോക്സാണ് ഇടാറ്. ബേസിക് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ലെഗ് ഡേ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലാറ്റ് ഫുട്ടിൽ ചെയ്യുന്ന നല്ലത്. ഐ തിങ്ക് ഇപ്പം ഷൂസ് ആണെങ്കിലും ഫ്ലാറ്റ് ഫുട്ട് ലിഫ്റ്റിംഗ് ഷൂസ് കിട്ടും. അങ്ങനത്തെ ഷൂസ് ഇട്ടിട്ട് ചെയ്യാം. യെസ്. പിന്നെ എ ഹ്യൂജ് താങ്ക്സ് ടു യു പീപ്പിൾ, ബിക്കോസ് ഐ എം സോ ഹാപ്പി ദാറ്റ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച പരിപാടിയല്ല. ലൈക്ക് നമുക്കൊരു ചാനൽ തുടങ്ങാൻ പറ്റും, അത് മോണിറ്റൈസ്ഡ് ആവും എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഒരുപാട് താങ്ക് യു. എത്ര പറഞ്ഞാലും മതിയാവില്ല. സോ ഐ ആം റീഡിങ് ദ കമൻറ്റ്സ് ആൻഡ് എനിക്ക് റിവ്യൂസ് കിട്ടുന്നുണ്ട്. സോ ഐ എം സോ ഹാപ്പി. കീപ് സപ്പോർട്ടിങ് ആൻഡ് ഇഷ്ടംപോലെ വീഡിയോസ് ഇനിയും വരും. സോ ഇന്ന് പുഷ് പുൾ ലെഗ് സീരീസിൻ്റെ 3rd എപ്പിസോഡാണ്. വി ആർ ഡൂയിങ് ലെഗ് ആൻഡ് കുറച്ച് ട്രൈസെപ്സ്. കം ലെറ്റ്സ് ഗോ. സോ ഫോർ ദ വാം അപ്പ്, ലോവർ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് സോ നല്ലോണം വാം അപ്പ് ചെയ്യുക, അല്ലാതെ ലെഗ് ഡേ ചെയ്യരുത്. സോ ഗൈസ്, നമ്മൾ ഇനി നമ്മുടെ ലെഗ് സെഷൻ ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ 2 സെറ്റ് വാം അപ്പ് ചെയ്തിട്ട് 3 സെറ്റ് വർക്കിംഗ്. യു മീൻ 2 സെറ്റ് വാം അപ്പ് മാത്രം? യെസ്. മറ്റേ ഹാഷിത് പറയുന്ന പോലെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞമ്മേനെ, മരിച്ചുപോയ കുഞ്ഞമ്മേനെ കിട്ടി. എന്താ അത് കാണും. കുഞ്ഞമ്മേനല്ല, അപ്പൂപ്പനെ വരെ കാണും. ഇപ്പോൾ വി ആർ ഗോയിങ് ഫോർ ദ വാം അപ്പ് സെറ്റ്. ഇവിടെ നീ വരട്ടെ.
ചുണ്ടനായല്ലോ. തുമ്മിക്കോ, ഇതിന്റെ ഒടുക്കത്തെ തുമ്മലാ നീ മറക്കുന്നത്. എന്താടാ കുതിരക്ക് ഒരു സൈഡ് വലി. അടി അടി. ഫസ്റ്റ് മെയിൻ സെറ്റ്. ആ ഇതാണ് എനിക്ക് കാണേണ്ടത് ഗൈസ്. ഇനി ഗോകുലിന്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ ഫുള്ളും കാണാം. പരലോകം കാണണം. എന്താണ് അങ്ങനെ സൗണ്ട്? ശബ്ദത്തെ കുത്തിരിച്ച് പിള്ളേച്ചാ പോലെ ഇருக்கு. കണ്ടടാ കണ്ട് മനുഷ്യമായ കുഞ്ഞുമനെ കണ്ട്. കുശിയാ സോ നമ്മൾ നമ്മുടെ ലെഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞു. അല്ല, നമ്മൾ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ ഐറ്റം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കിളിയൊക്കെ പോകുന്നു. സോ അടുത്ത ലെഗ് പ്രസ്സാ. ലെറ്റ്സ് ഗോ. എടാ മണി, ആ ലെഗ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് എന്താ തോന്നുന്നു? കണ്ടല്ലേ? സോ നമുക്ക് ഇന്ന് ക്വാഡ് ഫോക്കസ്ഡ് ലെഗ് ഡേ ആണ്. ഒന്നാമേ ഭയങ്കര ഇഷ്ടം. അതിനിടയ്ക്ക് ഇനി ടീഷർട്ട് കൂടെ ഇട്ടിട്ട് ലെറ്റ്സ് ഗോ. ഓ യെസ്. സോ നമ്മൾ വെയിറ്റിൽ ഓടിയത്. വി ആർ ഗോയിങ് ഫോർ ദ ഫെയിലിയർ. ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമുക്കൊരു സൂപ്പർ സെറ്റാണ്, ലെഗ് പ്രസും വാക്കിംഗ് ലഞ്ചസും കൂടെ. എങ്ങനെയുണ്ട്? അത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം പറയാമോ? അത് ചെയ്തില്ലെങ്കിൽ സെറ്റ് ക്യാൻസൽ. പ്രതീക്ഷിച്ചില്ലല്ലോ, ഞാനും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ പറഞ്ഞ റെഡി പിന്നെ ചാകും. യെസ് വേസ് നമ്മൾ ലെഗ് പ്രസ് ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്പേഴ്സ് എത്ര? ഫെയിലിയർ അല്ലേ? ഫെയിലിയർ ലാസ്റ്റ് സെറ്റ് ഓഫ് ഫെയിലിയർ. എത്ര നമ്പർ അപ്പൊ? ഇത് 10 നമ്പേഴ്സ് ഈച്ച്. പതുക്കെ സോ എക്സ്റ്റൻഷൻ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ വാക്കിംഗ് ലഞ്ചസ് സൂപ്പർ സെറ്റ് ചെയ്യാൻ പോകാം. അയ്യോ 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 അയ്യോ. ഹാപ്പി ആയില്ലേ? എന്ത്? സോ ഗൈസ് നമുക്ക് 3 സൂപ്പർ സെറ്റ് ആണുള്ളത്. ഇത് 3 സെറ്റ്. ഇത് 10 നമ്പേഴ്സ് ആൻഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെറ്റ്. 3 സെറ്റ്. യോല ഗൈസ്. ആദ്യത്തെ ഐറ്റം കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യത്തിൽ കയറിയപ്പോ തന്നെ കാല് മുഴുവൻ പ്ലാഞ്ചി പോകുന്നുണ്ട്. സോ ഇവിടെ രണ്ടാമത്തെ സൂപ്പർ സെറ്റ്. സെക്കൻഡ് സെറ്റ്. Let's go for the walking lunges. Easy. അമ്മേ അയ്യോ. ആ സന്തോഷം കണ്ട പോകത്ത മകനെ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ലെഗ് പ്രസ് ആൻഡ് വാക്കിംഗ് ലഞ്ചസിന്റെ സെറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പോയിട്ട് ഇനി ബാർബൽ സ്ക്വാട്ട്സ് ചെയ്യാം. നമുക്ക് മറ്റേ കിണറ്റിങ്ങരെ പോയി സംസാരിക്കാം. ബാർബൽ സ്ക്വാട്ട് ചെറിയ വെച്ചിട്ട് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ. ഒരു സെറ്റ് ഒക്കെ കണ്ടോടെ സ്പ്ലിറ്റിനെ പറ്റി എന്താ പറയാനുള്ള? വളരെ മനോഹരമായ സ്പ്ലിറ്റ് ആണ്. മോർണിംഗ് വർക്കൗട്ട് ചെയ്യുമ്പം ഒരു മസ്റ്റായിട്ട് ഒരു പ്രീ വർക്കൗട്ട് മീൽ ഉണ്ടായിരിക്കണം.
അതിന് നമുക്ക് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ആ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അത്ലറ്റ്സ് ഒക്കെ പൊതുവേ ഈവനിങ് ആണ് ചെയ്യുന്നത്, മോർണിംഗ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള പ്രീ വർക്കൗട്ട് മീൽ ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ലെഗ് വർക്കൗട്ട് മെയിനായിട്ട് ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല എനർജി വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വൊമിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ചെയ്യാപ്പാ, കംപ്ലീറ്റ് ചെയ്യാം. ബാർബൽ സ്ക്വാട്സ്. സോ ഗൈസ്, നമ്മൾ ബാർബൽ സ്ക്വാട്ടിന് വേണ്ടി വൺ സൈഡ് 20 ലോഡ് ചെയ്യുകയാണ്. ലെറ്റ്സ് ഗോ. വെരി ഗുഡ്. നൈസ് ആടി, നൈസ്. യശോദ. ടൈറ്റ് ചെയ്തിരിക്കുക, സ്പീഡ് പോകും. സോ അപ്പോൾ ബൈ, സീ യു. ടാറ്റാ. റാഫി പോവാണ്. മാത്രമേ പോയി. ഇടയ്ക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നി. ഐ വിൽ ഗോ ടു ടോയ്ലറ്റ് ആൻഡ് കം ഫാസ്റ്റ്. സ്റ്റേ ട്യൂൺഡ്. നമ്മൾ നമ്മുടെ ബാർബൽ സ്ക്വാട്സ് തേർഡ് സെറ്റ് ചെയ്യാൻ പോവാ. പതുക്കെ എഴഞ്ഞ് നീങ്ങാവുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വർക്കൗട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വെയിറ്റ് അൺലോഡ് ചെയ്യാം. കമോൺ. സോ ലെറ്റ്സ് ഗോ. അടുത്ത നമ്മള് കാഫ്. ഇപ്പൊ തന്നെ തകർത്തിരിക്കുക. പറയാനുള്ള ആരോഗ്യം പോലും ഇല്ലത്. പേരെന്താ? എടാ നീ മൂടിയൊക്കെ നാണിക്കുന്ന എന്തിനാ? ഇവനാണ് നമ്മുടെ ജിമ്മിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജിം റാറ്റ്. ഇട്ടോ രാവിലെ വൈകുന്നേരം പ്രാക്ടീസ് ഉണ്ട്. ഫുട്ബോൾ പ്ലെയർ അവൻ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീറ്റഡ് കാഫ് റൈസ്. പുഷ്. ലെറ്റ്സ് ഗോ ഫോർ ദ കാഫ് റൈസ്. കം ഓൺ ഗയ്സ്. എപ്പോ ചെയ്താലും എക്സ്ക്യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്യാ. പിടിച്ച് പിടിച്ച് മസിൽ വേണം നമുക്ക്. 1 2 3 പോട്ടെ. 4 5 6 7 8 9 10. സ്പീഡ് ചെയ്യ്. 6 7 8 ആയില്ലേ? 8 9 10 പോക്ക്. മകനെ തകർന്നല്ലേ? എപ്പിടി ഇരിക്കടാ. നല്ല ഇருக்கு. இந்த തളപ്പ് കാലിലെ പൊട്ട ഈസിയായി കേറാൻ പറ്റും. എനിക്ക് ഡയലോഗ് ഓർമ്മ വരുന്നു. 5 6. ആ 3 സെക്കൻഡ് ഇല്ലേ മേലെ ഹോൾഡ് ചെയ്ത് നിർത്തണം. ആ പോട്ടെ. 7 8 9 10. ചെയ്. 3 4. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. എനിക്ക് കാണിക്കാനുള്ളൂ. കാണുന്നില്ല, കിട്ടുന്നില്ല. ഇവിടെ പിള്ളേരൊക്കെ ഞെട്ടിത്തെറിച്ചിരിക്കുക. നമ്മൾ ചെയ്യുന്നത് കണ്ട് പേടിച്ച് കുട്ടികൾ. നമ്മൾ ഈ സെഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ലെഗൊക്കെ നല്ല ഗത പോലെ ഇരിക്കണം. കണ്ടോ? ഗത നമ്പർ 1, ഗത നമ്പർ 2 പാൻസ് ഇട്ടിരിക്കുക. ഷോർട്സ് വേണം ഇവിടെ ഞാൻ പറഞ്ഞേ. ഓ, ഇവിടെ ഒരു ഫുൾ ബോഡി ഇപ്പുണ്ടല്ലോ. അയ്യേ നാണം. കിട്ടി ഗൈസ്. ഹനുമാൻ കയറ്റി ലെഗ് കളിച്ചിട്ടാ തോന്നുന്നു. സോ യെസ്, നമ്മൾ നമ്മുടെ ലെഗ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന ട്രൈസെപ്സ് ആണ്. ട്രൈസെപ്സിന് നമ്മൾ ഫസ്റ്റ് ഐറ്റം ചെയ്യുന്ന ഡംബൽ ഓവർഹെഡ് എക്സ്റ്റൻഷൻ സീറ്റഡ്. കം ലെറ്റ്സ് ഗോ. 25 തുടങ്ങാം. 25 അല്ല 25. ട്രൈസെപ്സ് പൊട്ടണം. അത് പൊട്ടിക്കണം. കൊള്ളാവേ. ഇത് ഗ്യാപ്പ് അധികം വേണ്ടേ? യെസ് നൈസ്. 2 more. ഈസി. ഒരെണ്ണം കൂടി മതിയല്ലോ. കുറച്ച്.
ഫുൾ ഓഫ് റേഞ്ച് ഓഫ് മോഷൻ ഒക്കെയാണ്. കൂടെ 1 2 ഈസി. കിട്ടി. നമ്മൾ we are going for 30. Let's go. Guys, നമ്മൾ അടുത്ത 30 എടുത്തിട്ട് ട്രൈസെപ്സ് കത്തിക്കാൻ പോവാം. Let's go. ഇവിടെ കുടിയുന്ന സൗണ്ട് കേൾക്കുന്ന. സോ അടുത്ത സെറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന തേർഡ് സെറ്റ് 40. 40. കാപ്പാട് കാപ്പാ. എടാ ഇത് പോകത്തില്ലടാ. എടാ ഒറ്റയ്ക്ക് ഈ പൊക്കാൻ തന്നെ ഭയങ്കര പാട്. എന്റെ ഐഡിയ പോയി. ലേശം സപ്പോർട്ട്. ഇതെന്റെ ഡയലോഗാ. പിടിച്ചാ പൊസിഷൻ കറക്റ്റ് ആയിട്ട് 2 ഓട്രാ 3 ആൻഡ് ലാസ്റ്റ് വൺ പുഷ്. സോ നമ്മുടെ അടുത്ത ട്രൈസെപ്സ് വർക്ക്ഔട്ട് ഈസ് ബാർബൽ പുഷ് അപ്പ് കേബിളിൽ. ചേഞ്ച് ദിസ് ഗൈസ്. നിങ്ങൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് താഴെ കൊണ്ട് സ്ക്യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഈ ഒരു റേഞ്ച് ഓഫ് മോഷനിലും ഈ ഒരു സ്പീഡിൽ ട്രൈസെപ്സിനെ ഹിറ്റ് ചെയ്യുക. സോ സ്പീഡ് അടിക്കാതെ ഈ ഒരു കൺട്രോൾഡ് റേഞ്ച് ഓഫ് മോഷനിൽ ഹിറ്റ് ചെയ്യുക. നൈസ്. ഹോൾഡ്. സൂപ്പർ. നൈസ്. ഓക്കെ ഗൈസ്. സോ യെസ്, നമ്മൾ നമ്മുടെ സെഷൻ വൈൻഡപ്പ് നമുക്ക് നമ്മുടെ സപ്ലിമെന്റ്സ് എടുത്തിട്ട് വിൽ ഗോ ഹോം. എല്ലായിടത്തുമായി മൊത്തം വീഴ്ത്തി. യെസ്. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ആൻഡ് ഇഷ്ടംപോലെ നല്ല നല്ല വീഡിയോസ് വരുന്നതാണ്. ഇനി ഇടയ്ക്ക് ലൈക്ക് തരും, പിള്ളേർ ലൈക്ക് ചെയ്തോളും. സോ ഞാൻ ഈ വർക്ക്ഔട്ട് സ്പ്ലിറ്റ് മുഴുവൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. And the link for supplements also will be given in the description. And എൻ്റെ ടീഷർട്ടിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. സോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. Stay tuned for the next video. Bye bye.